ഞങ്ങൾ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണ്. അതല്ലേ, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഫുഡാണ്. പിന്നെ കളേഴ്സോ അങ്ങനെ ഒന്നുമില്ല, നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. വില എത്രയാണ്? അതിപ്പോ വില എന്ന് വെച്ചാൽ നമ്മളിൽ നിന്ന് അങ്ങനെ കൂടുതലൊന്നും മേടിക്കാറില്ല. 100 രൂപയാണ്. നമ്മള് ചിലപ്പോ 10, 80 ഉണ്ടെങ്കിൽ കൊടുക്കും. പിന്നെ കൊടുത്തത് മേടിക്കും, അത്രേ ഉള്ളൂ. കോഴിയും കുമ്പളങ്ങയും, പിന്നെ ഒരു ഉപ്പേരി, വേറൊരു കറി, പിന്നെ അച്ചാറ്, പിന്നെ സാമ്പാറുണ്ട്, രസമുണ്ട്, മോരുണ്ട്. അപ്പൊ അമ്മയുടെ കൈപ്പുണ്യമാണ് മക്കൾക്ക് കിട്ടിയേക്കണത്. വലിയ മകന് കിട്ടിയിട്ടുണ്ട്. അതല്ലേ, ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിന് ചേർന്നൊരു ഹോട്ടലും വേണം. നല്ല അറ്റ്മോസ്ഫിയർ, പാലക്കാടിന്റെ നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഈ കാറ്റത്ത് നിൽക്കുമ്പോൾ വീട്ടിലെ ഊണ് ഞാൻ കണ്ടു. വീട്ടിലെ ഊണ് എയർ കാറ്ററിംഗ് സർവീസ് എന്നാണ് പേര്. പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര പഞ്ചായത്തിലെ ഋഷിനാരദ മംഗലത്താണ് ഈ കുഞ്ഞു ഹോട്ടലുള്ളത്. ഇവിടെ ധാരാളം വിഭവങ്ങളുണ്ട്. കുഞ്ഞു ഹോട്ടലാണെങ്കിലും വീട്ടിലെ നല്ല അടിപൊളി നാടൻ ഊണും അതുപോലെ തന്നെ ബിരിയാണിയും കിട്ടും. പിന്നെ മറ്റു വിഭവങ്ങളുണ്ട്. എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വരൂ. എന്താ രണ്ടുപേരും തിരക്കിലാണെന്ന് തോന്നണോ അല്ലേ? കുറച്ച് തിരക്ക്, ഉച്ചയൂണിന്റെ ഒരു തിരക്കാണ്. അതെ അല്ലേ. ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് രമേഷ് ബാബു. രമേഷ് ബാബു. ചേച്ചിയുടെ പേരോ? രണ്ടുപേരും കൂടി ഭാര്യ ഭർത്താക്കന്മാര് കൂടിയിട്ട് ചേർത്ത് ഈ ചെറിയൊരു സംരംഭം ചെയ്യണല്ലേ? അതെ. ഇവിടെ എന്തൊക്കെയുണ്ട് അപ്പൊ ഭക്ഷണം? നമ്മള് കാലത്ത് നൂലപ്പം ഉണ്ടാകും, ദോശ ഉണ്ടാകും, ഇഡ്ഡലി ഉണ്ടാവും, ചട്നി, ചമ്മന്തി, സാമ്പാർ വന്ന എല്ലാം ഉണ്ടാവും. ഉച്ചക്ക് വന്നിട്ട് ഊണിന് മീൻകറി ഉണ്ടാവും, ബീഫ് ഉണ്ടാവും, കോഴിയും കുമ്പളങ്ങി ഉണ്ടാവും, സാമ്പാർ, രസം, മോര്, പിന്നെ ചില ദിവസങ്ങളിൽ മീൻകറി, മീൻ വറുത്തത്, അങ്ങനെ എല്ലാം ഉണ്ടാവാറുണ്ട്. ഇപ്പൊ കുറച്ചായാലോ തുടങ്ങിയിട്ട്? കുറച്ചായി. ഇപ്പൊ എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? കുഴപ്പമില്ല. കാറ്ററിംഗ് ആണല്ലേ കൂടുതലും? കാറ്ററിംഗ് ആണ് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പേര് നമ്മുടെ ഹോട്ടലിന്റെ പേര് അത് തന്നെയാണ്, എയർ കാറ്ററിംഗ്. എയർ കാറ്ററിംഗ്. പിന്നെ ഞാൻ വീട്ടിലെ ഊണ് അത് കണ്ടു, അപ്പൊ അങ്ങനെ വന്നാണ്. അപ്പൊ ബിരിയാണി എല്ലാ ദിവസവും ഉണ്ടാവോ? ബിരിയാണി എല്ലാ ദിവസവും ഇല്ല, ഈ ഓർഡറുള്ള ദിവസങ്ങളിൽ കുറച്ചുണ്ടാവും. പിന്നെ നമുക്ക് വന്നിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ എന്നും ബിരിയാണിയാണ്. പിന്നെ ഇതില് നിങ്ങൾ ബിരിയാണി കൊടുക്കണത് ഈ കല്യാണത്തിന് കൊടുക്കുന്ന പാത്രത്തിലാണ്. അത് നമ്മളൊരു പ്ലേറ്റ് 100 രൂപയാണ് നമ്മള് ഉദ്ദേശിക്കുന്നത്. ചിക്കൻ ബിരിയാണിയാണ് കൊടുക്കുന്നത്. 100 രൂപയ്ക്ക് കൊടുക്കണ്ടല്ലേ? ഇപ്പോഴത്തെ ചിക്കന്റെ വിലയും ഈ ഐറ്റംസിന്റെ ഒക്കെ വില മുതലാവോ? ഒരാൾക്ക് അവർ മുതലാവോ നമ്മൾ അങ്ങനെ ചെയ്യണത്. അതെ അല്ലേ. ഉച്ചയ്ക്ക് ഊണുണ്ട്. ഊണിന് പ്രത്യേകത എന്ന് വെച്ചാൽ മൂപ്പര് ഈ കോഴിയും കുമ്പളങ്ങയും മൂപ്പര് സ്പെഷ്യലാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ മീൻകറി ഉണ്ട്, മൂപ്പര് സ്പെഷ്യലായിട്ടുള്ള മീൻകറി. കോഴിയും കുമ്പളങ്ങയാണ് സ്പെഷ്യൽ മൂപ്പര്. പിന്നെ വൈകുന്നേരത്തിൻ്റെ പിന്നെ പത്തിരി ഉണ്ട്, നൂലപ്പമുണ്ട്, പിന്നെ പൊറോട്ട, അത്യാവശ്യം പൊറോട്ടയും, പിന്നെ ബീഫ് കറി, അതാണ് മൂപ്പരുടെ സ്പെഷ്യല്. പിന്നെ ചില്ലി ചിക്കൻ, പിന്നെ അങ്ങനെ ചില്ലിയിൽ തന്നെ ഒരു 10ഓളം വകയിലുള്ള ചില്ലി ചിക്കനും മറ്റുള്ളതൊക്കെ നല്ല സ്വാദിഷ്ടമായിട്ട്. ഞാനിപ്പോൾ കുറേ ദിവസമായി, ഇപ്പോൾ ഒരു 3-4 പ്രാവശ്യമായി ഞാനിവിടെ കഴിക്കുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഹോട്ടലാണ്. പേര് പറഞ്ഞില്ല? എയർ ഹോട്ടൽ. അല്ല, ഏട്ടന്റെ പേര് പറഞ്ഞു? പേര് മണി. അമ്മ എന്താ പേര്? രുക്മണി. അപ്പൊ ഈ മകനെയും മരുമകളെയും സഹായിക്കാൻ എപ്പോഴും അപ്പൊ അമ്മയുടെ കൈപ്പുണ്യമാണ് മക്കൾക്ക് കിട്ടിയേക്കണത്. വലിയ മകന് കിട്ടിയിട്ടുണ്ട്. അതല്ലേ. അപ്പൊ ഒരു ചെറിയൊരു സംരംഭം തുടങ്ങിയില്ലേ? തുടങ്ങി. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാതെ പോണ്ട്. അത് മതി. എന്തായാലും നന്നായി വരട്ടെ. ഇനിയും കുറെ ആളുകൾ ഈ വീഡിയോ കണ്ടിട്ട് കുറച്ചൊക്കെ കൂടി ആളുകളൊക്കെ വരട്ടെ. അതെ. എന്റെ പേര് അശ്വേത. അശ്വേത, എങ്ങനെയുണ്ട് ഭക്ഷണം? ഇവിടെ വരാറുണ്ടോ? ഇവിടെ ഞാൻ ഇടയ്ക്ക് കഴിക്കാറുണ്ട്. ഭയങ്കര നല്ല ടേസ്റ്റ് ആണ് ഫുഡ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ചിക്കൻ ആയാലും റൈസ് ആയാലും ഒക്കെ നൈസ് ആണ്. അതല്ലേ. 100 രൂപയ്ക്ക് എന്തായാലും നല്ലതാ. വർത്താനല്ലേ? അതെ. പഠിക്കണോ? ഞാനിപ്പോ +2 കഴിഞ്ഞു, ഡിഗ്രി ചെയ്യുന്നു. അപ്പൊ ഈ അയൽവക്കത്തെ ഹോട്ടലിൽ ഇടയ്ക്ക് വന്നിട്ട് കഴിക്കും. നല്ല സ്വാദുള്ളതാണ്, വെറൈറ്റി ടേസ്റ്റ് ആണ്. ചിക്കൻ കുമ്പളങ്ങ ഇട്ടിട്ട് വെച്ചതും എല്ലാം. അപ്പൊ എല്ലാം കഴിച്ചിട്ടുണ്ട്? അതെ, ഞങ്ങൾ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണ്. അതല്ലേ, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഫുഡാണ്. പിന്നെ കളേഴ്സോ അങ്ങനെ ഒന്നുമില്ല, നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. ഓക്കെ, കഴിക്കൂ. അപ്പൊ പാലക്കാടൻ കോഴിയും കുമ്പളങ്ങയും കൂട്ടി ഒരു ഊണ് കഴിക്കാൻ പോവാണ്. ആദ്യം കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടാ. പിന്നെ ബിരിയാണിയും കൂടി കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ചെടുത്തിട്ടുള്ളൂ. പപ്പടം, കോഴിയും കുമ്പളങ്ങയും, പിന്നെ ഒരു ഉപ്പേരി, വേറൊരു കറി, പിന്നെ അച്ചാറ്, പിന്നെ സാമ്പാറുണ്ട്, രസമുണ്ട്, മോരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ എന്തായാലും ഇതില് തുടങ്ങി വെക്കാം. എങ്ങനെയാണ് നോക്കാം നമുക്ക്. നല്ല പീസ് തന്നെ കിട്ടിയ ആദ്യം തന്നെ കോഴിയും കുമ്പളങ്ങയില്.
നല്ല അരച്ച മസാല അടിപൊളിയുണ്ട്. ആ ഉപ്പേരിയൊക്കെ കൂട്ടിട്ട് മീൻ വറുത്തത് നല്ല വലിയ ചൂടോടെ കൊണ്ടുവന്നുണ്ട്. പിലോപ്പി മീനാണ്. ചൂട് അടിപൊളി. നാടൻ ചിക്കൻ കറി. അടിപൊളി കേട്ടോ, നല്ല സൂപ്പർ. കച്ചമ്പറോട് ബിരിയാണി കണ്ടില്ലേ, ആ ഒരു പാത്രത്തിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കല്യാണ വീട്ടിൽ കൊടുക്കുന്ന പോലെയാണ് ബിരിയാണി. എന്തായാലും 100 രൂപയാണ് ബിരിയാണിക്ക് ഈടാക്കുന്നത്. പീസ് 2-3 പീസ് ഉണ്ടാവും. നമ്മുടെ കല്യാണ വീടുകളിൽ കിട്ടുന്ന ബിരിയാണി നല്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, പീസുകളും ഉണ്ട്. നല്ല ചിക്കൻ ബിരിയാണി 100 രൂപയ്ക്ക് നല്ല വറുത്താണ്. സൂപ്പർ ബിരിയാണി. ഇവിടെ എല്ലാ ഭക്ഷണവും വാഴയിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. രാവിലെ ഒരു 7 മണി മുതൽ രാത്രി 11-12 മണി വരെ ഈ കുഞ്ഞിക്കട പ്രവർത്തിക്കും. എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ, ഞായറില്ല, ഒഴിവു ദിനങ്ങളില്ല. എല്ലാ ദിവസങ്ങളിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭക്ഷണമുണ്ട്. 100 രൂപയ്ക്ക് ബിരിയാണി തിന്ന് തീരുന്നില്ല, കണ്ടില്ലേ, ഇഷ്ടം പോലെയാണ്. അതേപോലെ 50 രൂപയ്ക്ക് ഊണും ഇഷ്ടംപോലെ കറികളുണ്ട്. കോഴിയും കുമ്പളങ്ങയും, സാമ്പാർ, രസം, മോര്, അതുപോലെ സൈഡ് കറികൾ. വെറും 50 രൂപയുള്ളൂ. 100 രൂപയ്ക്ക് ബിരിയാണി, അത് വറുത്താണ്, തീരുന്നില്ല. അപ്പോൾ ഒരുപാട് വിഭവങ്ങൾ, നൈറ്റ് വിഭവങ്ങൾ വേറെ ഉണ്ട് കേട്ടോ, ഒരുപാട് വിഭവങ്ങളുണ്ട്. കാണുമ്പോൾ ചെറിയ കടയാണെങ്കിലും ഒരുപാട് വിഭവങ്ങളുണ്ട്. നല്ല ഭക്ഷണമാണ്, നല്ല നാടൻ രീതിയിലുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്. എന്തായാലും വരിക നിങ്ങൾ. വടക്കഞ്ചേരിയിൽ നിന്ന് കണ്ണമ്പ്ര പോകുന്ന വഴിക്ക് ഋഷിനാരദമംഗലം അമ്പലത്തിന്റെ തൊട്ടടുത്താണ് ഈ ചെറിയ ഹോട്ടല്. അപ്പോൾ വരിക, നല്ല ഫുഡാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ, രാജേഷ് വടക്കഞ്ചേരി.